വെൽക്കം ടു മൈ ചാനൽ ടെക് വിസ്ഡം. ഞാൻ രാജേഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ഫോർത്ത് മൊഡ്യൂളിലെ ഹെലിക്കൽ ഗിയർ എന്ന പോർഷനാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന KTU മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ഗിയർ? ഗിയർ ഓൾറെഡി നിങ്ങൾ ആ സ്പർ ഗിയർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസൈൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ, വോം ഗിയർ, റാക്ക് ആൻഡ് പീനിയൻ ഗിയേഴ്സ് ഒക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പറയുന്നത്. എന്താണ് സ്പർ ഗിയർ? സ്പർ ഗിയർ മീൻസ് അവിടെ ടീത്തുകൾ സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെലിക്കൽ ഗിയർ ആണ്. ഹെലിക്കൽ ഗിയർ ആണെങ്കിൽ അവിടെ ടീത്തുകൾ ഹെലിക്സ് ആയിരിക്കും, ലൈക്ക് ദിസ്. ടീത്തുകൾ ഹെലിക്സ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, കർവ്ഡ് ആയിരിക്കും. ഇതാണ് ഹെലിക്കലും സ്പറും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ നോക്കാം. സ്പറും ഹെലിക്കലും തമ്മിലുള്ള എന്താണ് കമ്പാരിസൺ? ഒന്ന് അതിന്റെ ആക്സിസ് ആണ്. അതായത് ഇവിടെ ടീത്തുകൾ എന്ത് ചെയ്യുക, പാരലൽ ടു ആക്സിസ് ആയിരിക്കും. ബട്ട് ഇവിടെ ടീത്തുകൾ ഹെലിക്സ് ആംഗിളിലായിരിക്കും. ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഹെലിക്സ് ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇവിടെ നമുക്ക് സ്പർ ഗിയറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് റേഡിയൽ ലോഡുകൾ മാത്രമേ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ റേഡിയൽ ലോഡും ആക്സിൽ ലോഡും വിത്ത്സ്റ്റാൻഡ് ചെയ്യും ഹെലിക്കൽ ഗിയർ. അപ്പോൾ റേഡിയൽ ലോഡ് മാത്രം വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയുള്ളൂ എങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഉപയോഗിക്കുന്ന ബെയറിങ്സ് എല്ലാം റേഡിയൽ ബെയറിങ്സ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ബെയറിംഗിൽ ബോത്ത് റേഡിയൽ ആൻഡ് ആക്സിൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബെയറിങ്സ് വേണം ഉപയോഗിക്കാൻ. ഇവിടെ നമ്മൾ സ്പെയർ ഗിയേഴ്സ് ഉപയോഗിക്കുന്ന പാരലൽ ഷാഫ്റ്റിനാണ്. ഇവിടെ നമുക്ക് പാരലൽ ഷാഫ്റ്റ് മാത്രമല്ല, നമുക്ക് ക്രോസ്ഡ് അല്ലെങ്കിൽ ക്രോസ്ഡ് ഷാഫ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ടൈം ഓഫ് എൻഗേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടീത്തിന്റെ എൻറ്റയർ ഫേസ് ലൈക്ക് ഏരിയ കോണ്ടാക്ട് പോലെ ആയിരിക്കും, ലൈൻ കോണ്ടാക്ട് പോലെ ആയിരിക്കും. എന്ത് ചെയ്യുക, ടോട്ടൽ ഒരു ടീത്തിലേക്ക് മറ്റേ ടീത്തിന്റെ ഫേസ് ടോട്ടലി വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ഇമ്പാക്ട് ലോഡിങ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഹെലിക്കൽ ഗിയറിൽ ഇവിടെ പോയിന്റ് കോണ്ടാക്ട് ആണ്. ഒരു പോയിന്റ് ആയിരിക്കും ഒരു സമയം എന്ത് ചെയ്യുക, മറ്റ് ഗിയറിന്റെ മേറ്റിംഗ് ഗിയറിന്റെ ഇതുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതിനുശേഷം അത് ഗ്രാജുവലി എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് സഡൻ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൈബ്രേഷൻ കൂടും. ഹൈ സ്പീഡിൽ ഇവിടെ ഗ്രാജുവൽ ലോഡിംഗ് ആണെങ്കിൽ നമുക്ക് വൈബ്രേഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ നോയ്സ് ഉണ്ട്. സഡൻ ലോഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നോയ്സ് ഉണ്ടാവും. ഇവിടെ കുറച്ചും കൂടെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ ഹെലിക്കൽ ഗിയേഴ്സിലുണ്ടാവുക. അപ്പം ഞാൻ ഇതിൻ്റെ ഒരുപാട് ഡീപ്പായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു ഹെലിക്കൽ ഗിയർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്ത് ഡിഫറൻസ് ആണ് സ്പർ ഗിയറും ഹെലിക്കൽ ഗിയർ ഡിസൈൻ തമ്മിലുള്ളത്. ഇവിടെ സ്പർ ഗിയറിന്റെയും ഹെലിക്കൽ ഗിയറിന്റെയും ഡിസൈൻ പ്രൊസീജിയേഴ്സ് സെയിം ആണ്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഈക്വേഷൻസിലുള്ള ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പർ ഗിയറിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ടീത്ത് ഇസഡ് എന്നുള്ള നമ്പർ ഓഫ് ടീത്ത് നമ്മൾ ഉപയോഗിക്കും. ബട്ട് ഇവിടെ നമുക്ക് ഹെലിക്കൽ ഗിയറിന്റെ കർവ്ഡ് ടീത്തുകൾ, ഹെലിക്സ് ആംഗിൾ ടീത്തുകൾ അതേപടി വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഹെലിക്കൽ ഗിയറിന്റെ ടീത്തുകളെ നമ്മൾ സ്പർ ഗിയറിന്റെ ടീത്തുകളോട് അസ്യൂം ചെയ്യും. സ്ട്രെയിറ്റ് ടീത്തുകളോട് അസ്യൂം ചെയ്യുന്ന ആ ടീത്തുകളെ വിളിക്കുന്നവരാണ് വെർച്വൽ നമ്പർ ഓഫ് ടീത്ത്, അല്ലെങ്കിൽ അത് വെർച്വൽ മീൻസ് ഇമാജിനറി എന്നാണ്. ഇമാജിനറി നമ്പർ ഓഫ് ടീത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് ഹെലിക്കൽ ഗിയേഴ്സിലെ ടീത്തുകൾ ടീത്ത് നമ്പേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇസഡ് ഡിവൈഡ് ബൈ കോസ് ക്യൂ ബീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ബീറ്റ എന്ന് വെച്ചാൽ ഹെലിക്സ് ആംഗിൾ ആണ്, ഇസഡ് നമ്പർ ഓഫ് ടീത്തിന് ഹെലിക്കൽ ഗിയർ. അത് ഉപയോഗിച്ച് നമുക്ക് വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കണം. ഈ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുക. ഇത് ഒരു മേജർ ഡിഫറൻസ് ആണ്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ സ്പർ ഗിയർ തന്നെ നമ്മൾ പറയാം, നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പിച്ച് ഡയമീറ്റർ നോൺ കണ്ടീഷനും, സെക്കൻഡ് കണ്ടീഷൻ പിച്ച് ഡയമീറ്റർ അൺനോൺ കണ്ടീഷൻ. പിച്ച് ഡയമീറ്റർ നോൺ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ mn √of എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന മൊഡ്യൂൾ MN എന്നാണ് ഉപയോഗിക്കുക. നോർമൽ മൊഡ്യൂൾ എന്ന വേർഡാണ് ഉപയോഗിക്കുക. സ്പർ ഗിയറിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂൾ എന്ന M എന്നായിരിക്കും.
അതുപോലെ എം എൻ ഇസിക്കലി സപ്പോസ് നമുക്ക് പിച്ച് ഡയമീറ്റർ അൺനോൺ കേസ് ആണെങ്കിൽ ക്യൂബിക് റൂട്ട് 2 MD CW കോസ് ബീറ്റ ഡിവൈഡ് ബൈ സിഗ്മ ഡി CVK/Z എന്നുള്ള ഈക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഡൈനാമിക് ടൂത്ത് ലോഡിന്റെ ഈക്വേഷൻ 234 പേജ് നമ്പറിൽ കിടപ്പുണ്ട്, നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ദെൻ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് അതിന്റെ ഈക്വേഷൻ അവൈലബിൾ ആണോ, വിയർ ടൂത്ത് ലോഡ് അതിന്റെ ഈക്വേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക, സെയിം പ്രൊസീജിയർ സെയിം ദാറ്റ് ഓഫ് സ്പർഗിയർ പോലെ തന്നെ നമ്മുടെ ഡിസൈൻ ഉണ്ടാവുക. നമുക്ക് ഡിസൈൻ സ്റ്റെപ്പ് ഒന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഡിസൈൻ സ്റ്റെപ്പ്. സ്പർഗിയർ ചെയ്തപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫസ്റ്റ് വീക്കർ പാർട്ട് കണ്ടുപിടിക്കുക. പിനിയനാണോ അതോ നമ്മുടെ ഗിയർ ആണോ വീക്കർ പാർട്ട്. ആ വീക്കർ പാർട്ട് ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുക, ഡിസൈൻ ചെയ്യുന്നത് അതിന് വേണ്ടിയായിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഫൈൻഡ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത്. സ്പർഗിയറിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവില്ല, അവിടെ ടീത്തുകൾ നമുക്ക് ഡയറക്റ്റ് ടീത്തുകൾ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ വെർച്വൽ നമ്പർ ഓഫ് ടീത്തുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം മൊഡ്യൂൾ കണ്ടുപിടിക്കുക. മൊഡ്യൂൾ നമ്മൾ അതിനുശേഷം മൊഡ്യൂൾ കണ്ടുപിടിച്ച ശേഷം മൊഡ്യൂൾ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഏതാണോ നല്ല മൊഡ്യൂൾ, അതായത് ചെക്കിന് ശേഷം അത് ആപ്റ്റ് ആണെങ്കിൽ ആ മൊഡ്യൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഹയർ മൊഡ്യൂളിലേക്ക് മാറുക. ദെൻ ഡൈനാമിക് ടൂത്ത് ലോഡ് കണ്ടുപിടിക്കുക, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, വിയർ ലോഡ് കണ്ടുപിടിക്കുക. വിയർ ലോഡ് എപ്പോഴും ഡൈനാമിക് ലോഡിലെങ്കിലും കൂടിയിരിക്കണം. അത് കുറവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കെയുടെ വാല്യൂ, ഈക്വേഷന്റെ കെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് ന്യൂ മെറ്റീരിയൽ കണ്ടുപിടിച്ച് അവിടുത്തെ വേണമെങ്കിൽ ഹാർഡ്നെസ് നമ്പർ BH എന്ന് പറഞ്ഞ നമ്പറും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലമാണ്, ഞാൻ വായിക്കാം. ഡിസൈൻ എ പെയർ ഓഫ് ഈക്വൽ ഡയമീറ്റർ ഓഫ് 20° സ്റ്റബ് ടീത്ത് ആൻഡ് ഹെലിക്കൽ ഗിയർ ടു ട്രാൻസ്മിറ്റ് 37.5 kW with moderate shock of 1200 RPM. The two shafts are parallel and 0.45 meter apart. Each gear is made of steel with beta is equal to 30°. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു ഹെലിക്കൽ ഗിയർ ആണ്. ഇവിടെ നമുക്ക് 20° സ്റ്റബ് ടീത്ത് ആണ്. ടീത്തുകൾ 3 ടൈപ്പ് ടീത്തുകളുണ്ട്. 14° ഇൻവലൂട്ട് ടീത്ത്, ഓക്കെ, സ്റ്റബ് ടീത്ത്. ഇവിടെ 20° സ്റ്റബ് ടീത്ത് ഉണ്ട്, 20° ഇൻവലൂട്ട് ടീത്തുകളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷനിൽ 20° സ്റ്റബ് ടീത്ത് എന്നുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട് 37.5 kW. മോഡറേറ്റ് ഷോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1200 RPM ആണ് നമുക്ക് തന്നിരിക്കുന്ന RPM. ദെൻ ഹെലിക്സ് ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ 2 ഷാഫ്റ്റ്സ് ആർ പാരലൽ അറ്റ് 0.45 meter അപ്പാർട്ട് എന്ന് പറഞ്ഞതാണ് ഇവിടെ മനസ്സിലാക്കാൻ. നമുക്കിത് ഇവിടെ നമുക്ക് സെൻട്രൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പിച്ച് ഡയമീറ്റർ നോൺ എന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. പിച്ച് ഡയമീറ്റർ നോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഡേറ്റാസ് തന്നിരിക്കുന്നത് നമ്മൾ എടുത്തെഴുതുകയാണ്. ഗിവൺ ഡേറ്റാസ് 20° സ്റ്റബ് ടീത്ത് ആണ്. അപ്പോൾ ആൽഫ ഇസിക്കൽ 20° സ്റ്റബ് ടീത്ത് എഴുതി. പവർ P ഇസിക്കൽ 37.5 kW. ദെൻ പിനിയൻ സ്പീഡ് N1 ഇസിക്കൽ 1200 RPM. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ എ പെയർ ഓഫ് ഈക്വൽ ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡയമീറ്റർ പിനിയന്റെയും ഗിയറിന്റെയും ഡയമീറ്റർ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ RPM-ഉം സെയിം ആയിരിക്കും. RPM ഡയമീറ്റർ ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മോഡറേറ്റ് ഷോക്ക് എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മുടെ സെൻട്രൽ ഡിസ്റ്റൻസ് A എന്ന് പറഞ്ഞ വാല്യൂ 0.45 meter അപ്പാർട്ട്, അതായത് 550 mm. ദെൻ ഡയമീറ്റർ ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഹെലിക്സ് ആംഗിൾ ബീറ്റ 30° ആണ്. അപ്പോൾ I = N1/N2 എന്ന് പറയുമ്പോൾ 1200 ഡിവൈഡ് ബൈ 1200 I അതായത് നമ്മുടെ ഗിയർ റേഷ്യോ I = 1 വരും. D1 D2 ഒക്കെ അപ്പോൾ ഈക്വൽ ആയിരിക്കും. N1 N2 ഈക്വൽ ആണ്. Z1 Z2 ഒക്കെ ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈക്വൽ ഡയമീറ്റർ ആണ്. ഈക്വൽ ഡയമീറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐയുടെ വാല്യൂ അവിടെ തന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഈക്വൽ ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് Z1 Z2 ഈക്വൽ ആണ്, D1 D2 ഈക്വൽ ആണ്, N1 N2 ഈക്വൽ ആണ്. ഇവിടെ നമ്പർ ഓഫ് ടീത്തുകൾ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ടീത്തുകൾ അസ്യൂം ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. സെൻട്രൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 450 mm ആണ് തന്നിരിക്കുന്നത്. സെൻട്രൽ ഡിസ്റ്റൻസ് എന്നാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യുക, സെൻട്രൽ ഡിസ്റ്റൻസ് ഈക്വൽ സിംപ്ലി R1 + R2 റേഡിയസ്. രണ്ട് മീറ്റിംഗ് ഗിയറിന്റെ റേഡിയസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, നമ്മുടെ സെൻട്രൽ ഡിസ്റ്റൻസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ D1 + D2 ഡിവൈഡ് ബൈ 2 450 നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് D1 = 450 mm. അതും എന്താണ് നമ്മൾ സെയിം ആണ്, D1 D2 സെയിം ആയത് കാരണം രണ്ടും 450 mm എന്ന് കിട്ടും. ഓക്കെ,
ദെൻ നമ്മളിനി ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് നമുക്ക് ചെക്ക് ദ വീക്കർ പാർട്ട്. നമ്മൾ വീക്കർ പാർട്ട് ഏതാണോ അത് കണ്ടുപിടിക്കുക. പിനിയൻ ഗിയർ. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ അസ്യൂം ചെയ്യാം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഇവിടുത്തെ പിനിയന്റെയും ഗിയറിന്റെയും എന്താണ് ഡയമീറ്റർ സെയിം ആണ്, നമ്പർ ഓഫ് ടീത്തുകൾ സെയിം ആണ്. നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് സെയിം മെറ്റീരിയൽ, കാരണം മെറ്റീരിയൽ ഇവിടെ തരാത്ത കാരണം സെയിം മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഇവിടെ വീക്കർ പാർട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഇക്വേഷൻസ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഏതെടുത്താലും എന്ത് ചെയ്യുക, നമ്മൾ ഗിയറിന്റെ ആയാലും പിന്നാലെ ഏതായാലും സെയിം മെറ്റീരിയൽ സെയിം ഡയമീറ്റർ ഉള്ള സാധനമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊസീജിയർ അങ്ങനെ ആയത് കാരണം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അങ്ങനെ തന്നെ പോകുന്നു. ചെക്ക് വീക്കർ പാർട്ട്. വീക്കർ പാർട്ട് നമ്മളപ്പോൾ പിനിയനും ഗിയർ എടുക്കുന്നത് സ്റ്റീലാണ് എടുക്കുന്നത്. സ്റ്റീല് അപ്പം നമ്മളെ പേജ് നമ്പർ 234 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പം നമ്മൾ പേജ് നമ്പർ 234 പോകാം. പേജ് നമ്പർ 234 നോക്കൂ. ഇവിടെ കാസ്റ്റൈൻ ഗ്രേഡ് 20 ഉണ്ട്, കാസ്റ്റൈൻ ഗ്രേഡ് 25, കാസ്റ്റൈൻ ഗ്രേഡ് 35, കാസ്റ്റൈൻ ഗ്രേഡ് ഹീറ്റ് ട്രീറ്റഡ് അല്ലെങ്കിൽ ബ്രോൺസ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഏത് മെറ്റീരിയൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് സ്റ്റീൽ C45 അൺട്രീറ്റഡ് ആണ്. അപ്പോൾ ഹാർഡ്നെസ് നമ്പർ 200 വരും. അതുപോലെ തന്നെ അലോബിൾ സ്ട്രെസ് സിഗ്മ 233.4 എന്ന വാല്യൂലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് C45 എന്ന സ്റ്റീലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ എത്രയാണ്, 233.4 മെഗാ പാസ്കൽ. ഹാർഡ്നെസ് നമ്പർ രണ്ടിൻ്റെയും സെയിം ആണ്, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് 200. ദെൻ നമ്മുടെ അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇത് σd/y എന്നുള്ള ഇക്വേഷനാണ്. ആ σd/y എന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷനിൽ കണ്ടുപിടിച്ച് ആൻസർ കിട്ടുമ്പോൾ ഏതാണോ സ്മോൾ വാല്യൂ അതാണ് വീക്കർ പാർട്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം നമ്മുടെ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ വൈ ഫോർ പിനിയൻ വൈ ഫോർ ഗിയർ എടുക്കുമ്പോൾ വൈ ഫോർ പിനിയൻ ആയിരിക്കും എപ്പോഴും കുറവ്. കാരണം നമ്പർ ഓഫ് ടീത്തുകൾ കുറവ് പിനിയൻ ആയതുകൊണ്ട് വൈ ഫോർ പിനിയൻ എന്തായിരിക്കും, എപ്പോഴും ചെറുതായിരിക്കും. വൈ ഫോർ ഗിയർ കുറച്ചും കൂടെ എന്താണ് നമ്മൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പിനിയൻ വീക്കർ പാർട്ട് പിനിയൻ ആണെന്ന് നമുക്ക് എടുക്കാം. സെയിം മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ പോവാം. പിനിയൻ ആയിരിക്കും വീക്കർ പാർട്ട്. ഓക്കെ, സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, കാരണം വൈ ഫോർ പിനിയൻ ലെസ് ദാൻ ഓഫ് വൈ ഫോർ ഗിയർ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ സെയിം ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നാൽ നമ്മൾ പിനിയനാണ് വീക്കർ പാർട്ട് നമ്മൾ എടുത്തു. ദെൻ ഡിസൈൻ ബേസ്ഡ് ഓൺ പിനിയനാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് കാര്യമാണ്, പിനിയനാണെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെർച്വൽ നമ്പർ ഓഫ് ടീത്ത്, അല്ലെങ്കിൽ വേറെ വിളിക്കുന്നവരെ ഫോർമാറ്റീവ് നമ്പർ ഓഫ് ടീത്ത് എന്ന് വിളിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ നമ്മളെ പേജ് നമ്പർ 211 ഈക്വേഷൻ കിടപ്പുണ്ട്. പേജ് നമ്പർ 211 പോയി കഴിഞ്ഞാൽ ഇവിടെ ഈക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. Z/ cos ക്യൂബ് ബീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് നമ്മുടെ പേജ് നമ്പർ 211 നമുക്ക് ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് നമ്മുടെ, അതായത് നമ്മുടെ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, വെർച്വൽ നമ്പർ ഓഫ് ടീത്തിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതിനുശേഷം അപ്പോൾ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് ഫോർ പിനിയൻ ഈസ് Z1/ cos ക്യൂബ് ബീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ടീത്തുകൾ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് Z1 = 20 നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയത് കാരണം Z2 എന്തായിട്ട് കിട്ടും, സെയിം 20 നമ്പർ ഓഫ് ടീത്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും സ്പാർ ഗിയറിലും ചെയ്തൊരു കാര്യം ഓർമ്മയുണ്ട്, നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ മൊഡ്യൂൾ കണ്ടുപിടിച്ച ശേഷം നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, കറക്റ്റ് വാല്യൂലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 20/ cos ക്യൂബ് ബീറ്റ = 31 എന്ന ആൻസർ കിട്ടും. രണ്ടും 31 ആണ് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ടീത്തുകൾ. ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഫൈൻ മൊഡ്യൂൾ. നമുക്ക് മൊഡ്യൂൾ കണ്ടുപിടിക്കണം. മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്പാർ ഗിയർ ചെയ്തോളാം 2 ടൈപ്പ് ഈക്വേഷൻസ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ എന്താണ് ഫിക്സ്ഡ് ഡയമീറ്റർ നോൺ എന്ന കണ്ടീഷനാണ്, ഫിക്സ്ഡ് ഡയമീറ്റർ അൺനോൺ എന്ന കണ്ടീഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ ഈക്വേഷൻസ് സ്ട്രെങ്ത് ഓഫ് ഹെലിക്കൽ ഗിയേഴ്സ് എന്നുള്ള ഈക്വേഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ ലിവിസ് ഈക്വേഷൻ ഫോർ ബീം സ്ട്രെങ്ത് ഫോർ ടൂത്ത് Mn = FTCW σd CVK/½ അതുപോലെ തന്നെ എന്ത് ചെയ്യുക,
1/3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ് ഇക്വേഷൻ? നമുക്ക് പിച്ച് ഡയമീറ്റർ അൺനോൺ കണ്ടീഷൻ ആണെങ്കിൽ 1/3 എന്നുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. പിച്ച് ഡയമീറ്റർ നോൺ കേസിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. നമുക്ക് സ്പാർക്ക് ഗിയറിൽ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻസ് ഉള്ള ഡിഫറൻസ് മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? FT CW/σ/dCV/K/half എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് ബി എന്ന് പറഞ്ഞാൽ പിച്ച് ലൈൻ വെലോസിറ്റി πdn/60 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിനിയനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നപ്പോൾ πd1n1/60 π ഇൻറ്റു d1 നമുക്ക് 0.45 മീറ്റർ എന്നാണ്. അപ്പോൾ 0.45 ഇൻറ്റു n1 1200 ആണ് /60. അപ്പോൾ 28.27 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വെലോസിറ്റി, നമുക്ക് സി വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് എടുക്കണം. അപ്പോൾ പേജ് നമ്പർ 214 ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സി വിയുടെ ഒരുപാട് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫോർ ലോ ആംഗിൾ ഹെലിക്കൽ ഗിയേഴ്സ് വെൻ വി ഈസ് ലെസ് ദാൻ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത 5 to 10 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഫോർ പ്രിസിഷൻ ഗിയേഴ്സ് വിത്ത് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 20 മീറ്റർ പെർ സെക്കൻഡ് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിലിവിടെ ഫോർ ഗിയേഴ്സ് വെൻ വെലോസിറ്റി 10 to 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് 20 നമ്മുടെ ഇക്വേഷന് പ്രകാരം നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 28.27 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നാലാമത്തെ കണ്ടീഷൻ 20 മീറ്റർ പെർ സെക്കൻഡ് മുകളിലുള്ള അതിനുള്ള ഇക്വേഷൻസ് CV = 5.55 / 5.55 + √v എന്നുള്ള ഇക്വേഷൻ എടുക്കണം. അതുകൊണ്ടാണ് എടുത്തത് അങ്ങനെ. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ 28.27 5.55 / സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.5107 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് FTയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പേജ് നമ്പർ 205 പോയി കഴിഞ്ഞാൽ അവിടെ ഇക്വേഷൻ ഉണ്ട്. FT = 1000 PCS / V. നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കിയാൽ മതി, ഇവിടെ കാണും 1000 × PCS / V. ഓക്കെ. അപ്പോൾ അതിൽ അവിടെ നമ്മൾ CS എന്ന് പറഞ്ഞാൽ സർവീസ് ഫാക്ടർ ആണ്. സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ മീഡിയം ഷോക്ക് എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേജ് നമ്പർ 235 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ്. സർവീസ് ഫാക്ടർ ഫോർ CS ഫോർ ഗിയർ ഇൻ ഇക്വേഷൻ 12. അതായത് സ്റ്റഡി ഇന്റർമീഡിയറ്റ് ഓർ 3 hours per day ആണെങ്കിൽ 0.8 ഉപയോഗിക്കാം. 8 to 10 hours per day ആണെങ്കിൽ 1 ഉപയോഗിക്കാം. കണ്ടിന്യൂസ് 24 hours per day, അതായത് നമ്മുടെ ഗിയർ വർക്ക് ചെയ്യുന്ന അവേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു മീഡിയം ഷോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ 8 to 10 hours per day എന്നുള്ള കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയം ഷോക്ക് = 1.5 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് CSന്റെ വാല്യൂ 1.5 ഉപയോഗിക്കാം. അപ്പോൾ 1000 × P എന്ന് പറഞ്ഞാൽ എത്രയാണ് പവർ? 37.5 × 1.5 / V നമുക്ക് 28.27 കിട്ടി. നമുക്ക് ആൻസർ = 1989.74 ന്യൂട്ടൺ എന്ന് കിട്ടി. CS കിട്ടിയത് എവിടെയാണെന്ന് നമ്മൾ നോക്കുക. പേജ് നമ്പർ 235 ഞാൻ കാണിച്ചു തന്നു. പേജ് നമ്പർ 235 ആണത്. ഓക്കെ. ദെൻ പിന്നെ ഇവിടെ നമുക്ക് Y ഉണ്ട്. Y എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ഫോം ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ Y = π/1 എന്നുള്ള ഇക്വേഷൻ ആണ്. പേജ് നമ്പർ 204 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Y = π/1. അപ്പോൾ π × Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 204 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് എടുക്കാം. നോക്കിയോ, ലിവിസ് ഫോർ ഫാക്ടർ പേജ് നമ്പർ 204 ആണ്. 14.5 ഡിഗ്രി ഇൻവേർട്ട് സിസ്റ്റം ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. 20 ഡിഗ്രി ഇൻവേർട്ട് സിസ്റ്റം ആണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. നമുക്ക് 20 ഡിഗ്രി സ്റ്റഫ് ടീത്ത് സിസ്റ്റം ആണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് 0.175 - 0.95 / Z എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Y = π × Y1 ആണ്. π × എന്നുള്ള ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ 20 അല്ല, ഫോർമാറ്റീവ് നമ്പർ ഓഫ് ടീത്ത് അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ ഓഫ് ടീത്ത് ആയി 31 ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ 0.4535 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ K എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റന്റ് ആണ്. K എടുക്കുന്നത് നമ്മൾ 15 എടുക്കും. നമ്മുടെ വിഡ്ത്ത് ഓഫ് ഗിയർ എന്ന് പറഞ്ഞാൽ B = 15 × Mn നമ്മൾ എടുക്കും. അല്ലെങ്കിൽ K = B/Mn = 15 എടുക്കും. നമ്മുടെ സ്പർ ഗിയറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എടുത്തിരിക്കുന്ന വാല്യൂ K = 10 ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇവിടെ K = 15 ആണ്, അസംഷനാണ് എടുക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് വേണ്ടത് CW എന്ന വാല്യൂ ആണ്. ഈ CW കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 241 പോയി കഴിഞ്ഞാൽ ഇവിടെ എഴുതപ്പെടുന്നുണ്ട്. വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടർ ഫോർ എൻക്ലോസ്ഡ് ഗിയേഴ്സ് കണ്ടിന്യൂസ് ലൂബ്രിക്കേറ്റഡ് വിത്ത് ഓയിൽ പ്രോപ്പർ വിസ്കോസിറ്റി ആൻഡ് ക്യാരക്ടർ 1.15. താഴത്തേന് വേറെ അടുത്ത കണ്ടീഷൻ 1.25. ഫോർ ഇൻഡിഫറൻറ്റ് ലൂബ്രിക്കേഷൻ എന്നെങ്കിൽ അടുത്ത കണ്ടീഷൻ. അപ്പോൾ നമുക്ക് CW വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫസ്റ്റ് കേസായിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ CW എടുക്കുന്ന ടേക്കൺ ആസ് 1.15.
ഇത്രയും വാല്യൂസ് എടുക്കുന്നത്. ഇനി ഞാൻ സിഗ്മ ഡി നമുക്ക് അറിയാത്തതാണ് 233.4 മെഗാപാസ്കൽ C45 സ്റ്റീൽ നമ്മൾ ഓൾറെഡി എടുത്ത വാല്യൂ ആണ്. അപ്പോൾ അത് ഈ വെള്ളം എല്ലാം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു MN-ൽ. അപ്പോൾ നമുക്ക് 1989.74 ഇൻറ്റു 1.15 ഡിവൈഡ് ബൈ 233.4 ഇൻറ്റു 0.5107 ഇൻറ്റു 15 ഇൻറ്റു 0.4535 റേസ് ടു ഹാഫ് നമുക്ക് ഈസിക്കൽ 1.68 മില്ലിമീറ്റർ എന്ന് കിട്ടി. മൊഡ്യൂൾ നമുക്ക് കിട്ടിയത് 1.68 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ 1.68 ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നും വരില്ല. നമുക്ക് നെക്സ്റ്റ് നമ്മളിതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പേജ് നമ്പർ 220 നിങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് റെക്കമെൻഡഡ് സീരീസ് ഓർ മൊഡ്യൂൾ കണ്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നതെല്ലാം പ്രിഫേർഡ് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂ 1.68 ആണ്. 1.68 1.5 1.68 1.5 2 അടയ്ക്കാണ്. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ 2 ആയതാണ് നമ്മൾ ടേക്ക് 2 പ്രിഫേർഡ് വാല്യൂസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കാറ്. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 2 ആയിട്ട് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ MN = 2 MN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ചെക്ക് ചെയ്യണം ഈ മൊഡ്യൂൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ലെവിസ് ഇക്വേഷൻ എടുക്കുക. പേജ് നമ്പർ 214 ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ അവൈലബിൾ ആണ്. ലെവിസ് ഇക്വേഷൻ FT = സിഗ്മ ഇക്വേഷൻ ആണ് ഉണ്ടോ. സിഗ്മ ഡി CV BY MN ഡിവൈഡ് ബൈ CW എന്നുള്ള ഇക്വേഷൻ എടുക്കുക. പേജ് നമ്പർ 214 ആണ്. ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവിസ് ഇക്വേഷനകത്ത് FT നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ ഡി നമ്മൾക്ക് അറിയാം, CV നമ്മൾക്ക് അറിയാം, B അറിയാം, Y PA YA ഓക്കെ CW എല്ലാം നമുക്ക് വാല്യൂസ് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ Z നമ്മുടെ സിഗ്മ ഡി CV BYMN അതൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എടുത്തിരുന്നു 15 MN എടുത്തിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 15 MN എടുക്കുക. അപ്പോൾ നമ്മുടെ MN2 ആണ്. MN2 അപ്പോൾ നമ്മൾ 15 MN എന്നുള്ള വാല്യൂസ് എടുക്കുക. ഓക്കെ, ബിയുടെ വാല്യൂ ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് നമ്പർ ഓഫ് ടീത്തുകൾ നമ്മൾ അസ്യൂം ചെയ്തതാണ്. നമ്മളെന്താണ് വിർച്വൽ നമ്പർ ഓഫ് ടീത്തുകൾ അസംഷനാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ പേജ് നമ്പർ 215 പോയി കഴിഞ്ഞാൽ Z1 = D1 cos ക്യൂബ് ബീറ്റ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 211 പോവുക. പേജ് നമ്പർ 215 ഇക്വേഷൻ Z = D cos ബീറ്റ ഡിവൈഡ് ബൈ MN. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പുതിയ ന്യൂ വാല്യൂസ് ഓഫ് നമ്പർ ഓഫ് ടീത്തുകൾ, വിർച്വൽ നമ്പർ ഓഫ് ടീത്തുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ Z1 = D1 cos ബീറ്റ ഡിവൈഡ് ബൈ MN. അപ്പം D1 നമുക്ക് 910 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. cos ക്യൂബ് ബീറ്റ cos 30 ഡിവൈഡ് ബൈ MN2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന 194.8 എന്ന നമ്പർ ഓഫ് ടീത്താണ്. അപ്പോൾ 195 ടീത്തിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. സെയിം തന്നെ നമ്മുടെ Z2ൻ്റെ കേസിൽ നമ്മൾ സെയിം 195 തന്നെ, കാരണം സെയിം നമ്പർ ഓഫ് ടീത്തുകളാണ്, അല്ലെങ്കിൽ സെയിം ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം വാല്യൂ നമുക്ക് 195 ടീത്തുകൾ നമുക്ക് കിട്ടും. ഓക്കെ, Z1 ഇപ്പം നമുക്ക് കണ്ടുപിടിച്ച് Z1 ആണ്. അപ്പം കണ്ടുപിടിച്ചപ്പോൾ 195. അപ്പം നമുക്ക് Z2 നമുക്ക് 195 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, വെർച്വൽ നമ്പർ ഓഫ് ടീത്ത്. ഇത് നമ്മൾ ഡയറക്റ്റ് Z1 Z2 എന്നുള്ള വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. ദെൻ വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് Z ഡിവൈഡ് ബൈ cos ക്യൂബ് ബീറ്റ. അപ്പോൾ നമ്മൾ 195 ഡിവൈഡ് ബൈ cos ക്യൂബ് 30 കൊടുക്കുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് 300, അപ്രോക്സിമേറ്റ് 300. അപ്പോൾ Z1 E1 ZE2, കാരണം വെർച്വൽ നമ്പർ ഓഫ് ടീത്തുകൾ അതിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ദെൻ അപ്പോൾ നമ്മൾ ഇനി വൈയുടെ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട ഇവിടെ വൈ എന്നുള്ള ഈ വാല്യൂസ് നമുക്ക് ഉപയോഗിക്കേണ്ട, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട Y = എന്നാണ് ഫോം ഫാക്ടർ ആണ്. അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ പൈൻ്റെ Y വേണം നമുക്ക് ഉപയോഗിക്കേണ്ട. ഈ നമ്പർ ഓഫ് ZE1 എന്ന നമ്പർ ഓഫ് ടീത്താണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 0.175 - 0.95 ഡിവൈഡ് ബൈ ZE1 ഈ ഈക്വേഷൻ അത് ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വാല്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത് വൈ കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ Y നമുക്ക് ന്യൂ അപ്ഡേറ്റഡ് വാല്യൂ 300 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ലെവിസ് ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സിഗ്മ ഡി = 138.34 മെഗാപാസ്കലാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് അത്ര വാല്യൂ ആയിരുന്നു 233 ആയിരുന്നു നമ്മുടെ വാല്യൂ. അപ്പോൾ അതിനകത്തേക്ക് എന്താണ് 233.4 ആയിരുന്നു നമ്മൾ C45 എടുത്തിരുന്നത്. പക്ഷെ നമുക്ക് ഈ മൊഡ്യൂൾ 2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം സ്ട്രെസ് കിട്ടുന്നത് 138ആണ്. അതുകൊണ്ട് സേഫ് ആണ്, കാരണം നമുക്ക് 233.4 വരെ പോകാം, പക്ഷെ 138 വരെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ മൊഡ്യൂൾ സേഫ് ആണ്. അപ്പോൾ ഈ മൊഡ്യൂൾ സേഫ് അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം,
സപ്പോസ് ഇപ്പോൾ കിട്ടിയ വാല്യൂ 233 കൂടുതലാണെങ്കിൽ നമ്മൾ മൊഡ്യൂൾ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേജ് നമ്പർ 229 പോയിട്ട് 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ 2.5 ആണ്. 2.5 എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ബിയുടെ വാല്യൂ മാറും, 15 into 2.5 എന്നായി മാറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സേഫ് ആയത് കാരണം നമുക്ക് 2 ആണ് സാറ്റിസ്ഫാക്ടറി ആണ്. അതുകൊണ്ട് ഫേസ് വിത്ത് ദിസ് ബി സിക്കൽ 15 into mn ആണ്, 15 into 30 കിട്ടി. പിസർക്കിളിലായി നമ്മൾ 450 ആണ്. അതുപോലെ ഗിയറിൻ്റെ മെയിൻ്റെ സെയിം ആണ്, 450 ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു, നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡൈനാമിക് ടൂത്ത് ലോഡാണ്. ഇക്വേഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ ഇക്വേഷൻസ് അവൈലബിൾ ആണ്. 12.26a ഇക്വേഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഇതാ എഫ് ഡി ഡൈനാമിക് എഫ് ഡി എഫ് ടി പ്ലസ് K3V എന്നുള്ള ഇക്വേഷനകത്ത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ K3യുടെ വാല്യൂ 20.67 ഉപയോഗിക്കാമെന്ന് NSI യൂണിറ്റിൽ പറയുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഫാക്ടറാണ്, അത് ടേബിളിൽ 12.12 കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് പോകുന്നു. ഇക്വേഷൻ എഫ് ഡി എഫ് ടി പ്ലസ് K3V ഇൻറ്റു സി ബി കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് എഫ് ടി കോസ് ബീറ്റ ഡിവൈഡ് ബൈ K3V പ്ലസ് റൂട്ട് ഓഫ് സി ബി കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് എഫ് ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഫ് ടിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, നമുക്കറിയാം. K3 നമുക്ക് 20 പോയിന്റ് സംതിങ് ഉപയോഗിക്കാം ഇവിടെ പറയുന്നുണ്ട്. 20.61 ഉപയോഗിക്കാമെന്ന് അവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ 214 ഇത് ഡാറ്റ കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സിയുടെ വാല്യൂ മാത്രമാണ്. ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇസിക്കൽ ടു എത്രയാണ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു, 15 to 30 mm കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആകെ അറിയാനുള്ളത് സി മാത്രമാണ്. ഇനി എങ്ങനെ സി കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പേജ് നമ്പർ എഫ് ടി പേജ് നമ്പർ 237 പോവുക. പേജ് നമ്പർ 237 പോയിട്ട് അവിടെ ടേബിൾ 12.14 ടേബിളുണ്ട്. ആ 12.14 ടേബിൾ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ മാക്സിമം അലോവബിൾ പെർമിസിബിൾ എറർ ഇൻ ആക്ഷൻ ബിറ്റ്വീൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട് 1, 1, 2, 2.5 തന്നിട്ട് 8, 10, 12, 15, 20, 25, 26 അതിന് മുകളിലേക്കുള്ളതിനും എററിൻ്റെ വാല്യൂ ഇ എന്ന് പറഞ്ഞ എററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് വെലോസിറ്റി എന്ന് നോക്കണം. വെലോസിറ്റി നമുക്ക് 28.27 ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി 26ന് മുകളിലാണ്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട എറർ എത്രയാണ്, 0.0127 എന്ന എറർ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് 26ന് മുകളിലാണ് വാല്യൂ. അപ്പോൾ നമ്മുടെ എറർ എത്രയാണ്, ഈ സിക്കൽ 0.0127 എന്ന വാല്യൂ നമ്മൾ എടുക്കുന്നു. അപ്പോൾ എററിന്റെ വാല്യൂ നമ്മൾ കിട്ടി. അപ്പം ഈ എററിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കുന്നത് സി ആണ്. സി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പേജ് നമ്പർ 236 പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പേജ് നമ്പർ 236 നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാല്യൂസ് ഓഫ് ഡൈനാമിക് ഫാക്ടർ സി എന്ന് കിടപ്പുണ്ട് പേജ് നമ്പർ 236. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കേണ്ടത് നമ്മൾ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കാം. മെറ്റീരിയൽ കൊണ്ടിരിക്കുന്ന സ്റ്റീൽ ആൻഡ് സ്റ്റീൽ എടുത്തിരിക്കുന്നത് ഇവിടെ 20 ഡിഗ്രി സ്റ്റബ്, ഡിഗ്രി സ്റ്റബ് ടീത്ത് ആണോ ഇൻവേർട്ട് ടീത്ത് ആണോ കാര്യം നോക്കുമ്പോൾ നമ്മൾ 20 ഡിഗ്രി സ്റ്റബ് ടീത്ത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂ 0.0127 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ 0.01 ഉണ്ട്, 0.02 ഉണ്ട്. അതിന് ഇടയ്ക്കാണ് 0.0127 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റർപോളേഷൻ നടത്തണം. അപ്പോൾ 118, അപ്പം നമുക്ക് 0.01 ആണെങ്കിൽ 118.7, 0.02 ആണെങ്കിൽ 237.3 ആണ് വരുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ സിക്കല് 0.01 mm ആണെങ്കിൽ ആയിരുന്നുവെങ്കിൽ സി സിക്കല് 118.7 കിട്ടിയാനെ. ഇനി സി സിക്കല് 0.02 ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 233 സംതിങ് കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സിക്കലിൽ 0.0127 എന്ന വാല്യൂ ആണ്. ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇന്റർപോളേഷൻ നടത്താം. ഓക്കെ, ഇന്റർപോളേഷൻ ഇവിടെ നമുക്കൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിക്കൽ ടു 0.01 mm 0.18.7. അപ്പോൾ ഇത് ഈ സിക്കൽ 0.0217. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. സി സിക്കൽ ടു എന്ത് ചെയ്യുക, ഇ ഇൻറ്റു സി. അപ്പോൾ 0.0127 ഇൻറ്റു 1.1 ഡിവൈഡ് ബൈ 0.01 mm. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ഇവിടെ കിട്ടും. സി സിക്കൽ 150.75 എന്നുള്ള ഇതിൽ നമുക്ക് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എഫ് ടി നമുക്ക് അവൈലബിൾ ആണ്, K3 ആണ്, വി നമുക്ക് 28.27 അവൈലബിൾ ആണ്, ബി 30 mm ആണ്. പിന്നെ ആകെയുള്ളത് നമുക്ക് വേണ്ട സി ആണ്. അപ്പോൾ സിയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടും. ഇനി ഇങ്ങനെ ഇത് കൂടാതെ നമുക്ക് ഒരു രീതിയിലും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ x മൈനസ് x1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്റർപോളേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ x1 എന്ന് പറഞ്ഞാൽ ഈ സിഗിൽ 0.01 ആയിരിക്കും. അപ്പോൾ സി മീൻസ് 118.7, അതാണ് y1. ഈ സിഗിൽ 0.02 ആകും, അതായത് അപ്പറും ലോവറും വാല്യൂസ് എടുക്കണം. ഇവിടെ നമ്മൾ എടുത്ത പോലെ ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ്, അപ്പറും ലോവർ വാല്യൂ, നമ്മുടെ വാല്യൂവിന് തൊട്ട് മുമ്പുള്ള തൊട്ട് പിറകിലുള്ള വാല്യൂസ് എടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് സിയും എടുക്കുക.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഈ സിഗിൽ 0.02 എടുക്കുമ്പോൾ അവിടെ 237.3 വരും. അപ്പോൾ അതാണ് X2, ഇതാണ് Y2. നമുക്ക് വേണ്ടത് ഈ സിഗിൽ 0.0127 ആണ്. അപ്പോൾ അതാണ് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ വൈ ആണ്, അതായത് സിയുടെ കറസ്പോണ്ടിങ് വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം x-x1 / x2 - x1 - y-y1 / y2 - y1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് വൈ കണ്ടുപിടിക്കുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. അല്ല എങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡാണിത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അതും ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ വരെയും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി, നമുക്ക് സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ഇവിടെ സിയുടെ വാല്യൂ നമുക്ക് 157.75 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് നേരെ പോയി ഇവിടെ സിയുടെ വാല്യൂ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FD/, ഇതിൻ്റെ വാല്യൂസ് ടോട്ടലി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? FD = 6130.51. നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. FT പ്ലസ് എന്നുള്ള ഇക്വേഷൻ, ഇതിനകത്തേക്ക് എല്ലാ വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് FDയുടെ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ സി കണ്ടുപിടിക്കാൻ പ്രത്യേകം ഒന്നുകൂടി ഞാൻ പറയാം. സി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം എറർ കണ്ടുപിടിക്കുക. അപ്പം വെലോസിറ്റി അറിയണം. വെലോസിറ്റി എത്രയാണെന്ന് നോക്കുക. ഇവിടെ 8, 10, 12, 15, 20, 25. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോസ് ആൻസർ കിട്ടുന്നത് 15.8 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രോക്സിമേറ്റ് 20ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം ഇടയ്ക്കുള്ള വാല്യൂസ് നമുക്ക് അവൈലബിൾ അല്ലാത്ത കാരണം. അപ്പോൾ ഇവിടെ 26ന് മുകളിലായത് കാരണം നമ്മൾ എന്ത് 26ന് മുകളിലേക്കുള്ള വാല്യൂസിന് 0.0127 എടുത്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വാല്യൂസ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റീൽ ആൻഡ് രണ്ടും സെയിം മെറ്റീരിയലാണ്. സ്റ്റീൽ സ്റ്റബ് ഇതിൽ സ്റ്റബ് 20 സ്റ്റബിൽ പോയിട്ട് 0.01ഉം 0.02ഉം നമ്മൾ അതിനിടയ്ക്കാണ് വരിക. അപ്പോൾ 0.01 താഴത്തെ വാല്യൂ എടുക്കുക. ദെൻ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് x-x1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 0.01ൻ്റെ വാല്യൂ 0.02ൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ദെൻ അതിൻ്റെ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അപ്പം നിങ്ങൾ സോൾവ് ചെയ്യുക. ഇനി ശേഷം അടുത്ത് കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്യുക? അടുത്തത് FD നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് 4 കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ FS = σ ആണ്. അതിൻ്റെ വാല്യൂ എപ്പോഴും FDയേക്കാളും കൂടിയിരിക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് സേഫ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾ പേജ് നമ്പർ 214 പേജ് നിങ്ങൾക്ക് ഇക്വേഷൻ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇവിടെ ഇക്വേഷനകത്ത് നമുക്ക് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ഇക്വേഷൻ σ/b/ms. ഓക്കെ, mn അതിൻ്റെ വാല്യൂ FD ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിക്കുക. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. അപ്പോൾ σ/b/mn ആണ് ഇക്വേഷൻ. നമുക്ക് ബി നമുക്ക് അവൈലബിൾ ആണ്, വൈ നമുക്കറിയാം, mn അറിയാം. അപ്പോൾ സിഗ്മ എൻഡ്യൂറൻസ് മാത്രം നമുക്കറിയില്ലാത്തത്. സിഗ്മ എൻഡ്യൂറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പേജ് നമ്പർ 238 പോയിട്ട് ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ നമ്മൾ ഓൾറെഡി നമ്മുടെ C45 സ്റ്റീലിൻ്റെ ബ്രിനൽ ഹാർഡ്നെസ് നമ്മൾ ഓൾറെഡി നമ്മൾ 200 നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നമുക്ക് സിഗ്മ എൻഡ്യൂറൻസ് ലഭിക്കും. കാണിച്ചു തരാം. അതാണ് നമ്മുടെ പേജ് നമ്പർ 238 നമ്മൾ സ്റ്റീലിൽ 200 ഹാർഡ്നെസ് കോർ BHN കണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? അവിടെ നമുക്ക് സിഗ്മ എൻഡ്യൂറൻസ് 345.0. ഓക്കെ, സ്റ്റീൽ 200 ഹാർഡ്നെസ് ബ്രിഡൺ ഹാർഡ്നെസ് നമ്പറുള്ള നമുക്ക് പേജ് നമ്പർ 238 പോയാൽ നമുക്ക് സിഗ്മ എൻഡ്യൂറൻസിൻ്റെ വാല്യൂ അവിടെ നമുക്ക് കിട്ടും. 345 എന്നാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ 345 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് 340 MPa സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. FS കണ്ടുപിടിക്കുന്നു. അപ്പോൾ FSൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂ നമുക്ക് എപ്പോഴും എന്തായിരിക്കണം? എൻഡ്യൂറൻസിൻ്റെ സ്ട്രെങ്തിൻ്റെ വാല്യൂ എപ്പോഴും FDയേക്കാളും കൂടിയിരിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 11.17 × 10 അപ്പോൾ ഏകദേശം 11,000 കിട്ടിയത്. നമുക്ക് FD 6100 അതുകൊണ്ട് സേഫ് ആണ്. അടുത്ത നമ്മൾ സ്റ്റെപ്പിലേക്ക് പോവാണ്. സ്റ്റെപ്പ് 5 വിയർ ലോഡ് FW. ഇവിടെയും FW എന്താണ് കിട്ടുന്നത്? FD ആയിരിക്കണം. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 214 പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കിടപ്പുണ്ട് D1 BQK / cos²β. നിങ്ങൾക്ക് സ്പർ ഗിയറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവിടുത്തെ ഇക്വേഷൻ D1 BQK എന്നായിരുന്നു. ഇവിടെ ഒരു cos²β കൊണ്ട് ആഡ് ചെയ്ത് വന്നു. ഇക്വേഷൻസുള്ള ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് D1 നമുക്ക് ഇവിടെ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇവിടെ ഗിയറോ പിനിയനോ ഏത് ഐറ്റം ആയിക്കോട്ടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അത് എന്തായാലും ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇവിടെ എന്താണ്? പിനിയന്റെ ഡയമീറ്ററാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ FW = D1 BQK / cos²β. D1 450 ആണ്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ D1 D2 സെയിം ആണ്. അല്ല എങ്കിൽ എപ്പോഴും പിനിയൻ തന്നെ ഉപയോഗിക്കുക. പിനിയൻ ആണ് ഡിസൈൻ ചെയ്യുന്ന കരുതി പിനിയൻ അല്ല ഉപയോഗിക്കേണ്ട, പിനിയൻ അല്ല, എപ്പോഴും പിനിയൻ ആയിരിക്കും. ഓക്കെ, B 30 കിട്ടി. ഇനി Q = 2D2 / D1 + D2 എന്നുള്ള ഈക്വേഷൻ നമുക്ക് പേജ് നമ്പർ 214 അവൈലബിൾ ആണ്. ഓക്കെ,
അതെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇക്വേഷൻ നമ്പർ 2 ഇൻറ്റു 450 ഡിവൈഡ് ബൈ 450 പ്ലസ് 450 നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ക്യൂസിക്കൽ 1 എന്നാണ്. 4 ആൽഫ ഇസിക്കൽ ടു 20 ഡിഗ്രി സ്റ്റബ് ടീത്ത് ആണ്. സ്റ്റീൽ ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിൽ നമുക്ക് ബ്രിനൽ ഹാർഡ്നസ് നമ്പർ 200 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് 0.539 നമുക്ക് 539 ചൂസ് ചെയ്യാം. പേജ് നമ്പർ 239 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പേജ് നമ്പർ 239 എടുക്കുക. പേജ് നമ്പർ 239 പോയിട്ട് സ്റ്റീല് 200 എടുക്കാം. സ്റ്റീൽ പേജ് നമ്പർ 200 ഹാർഡ്നസ് നമ്പർ 200 നമ്മൾ സ്റ്റീൽ എടുത്താൽ അത് അവിടെ 200, പിന്നീട് 200 ബണ്ടാസ് 200 അപ്പം നമുക്ക് കിട്ടുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 0.520 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്താണെങ്കിൽ 0.539 നമ്മുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, 0.539 200 ആയതുകൊണ്ടാണ്. ഹാർഡ്നസ് നമ്പർ മാറുമ്പോൾ മെറ്റീരിയൽ മാറുമ്പോൾ മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കേസുകളിൽ 0.539 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? FD കിട്ടും. അവിടെ കിട്ടുന്ന 9772 ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് 6000 സംതിങ് ആയിരുന്നു നമ്മുടെ FDയുടെ വാല്യൂ. അപ്പോൾ FDയുടെ വാല്യൂ നമുക്ക് എന്താണ് ഇവിടെ നോക്കുമ്പോഴും എന്താണ് FDയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ FD ആണ്. അതുകൊണ്ട് ഇവിടെ സേഫ് ആണ്. സേഫ് അല്ല എങ്കിലും സപ്പോസ് എൻ്റെ വാല്യൂ FWയുടെ വാല്യൂ കിട്ടിയിരിക്കുന്ന FDയെക്കാളും കുറവാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, കെയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഈ ഇക്വേഷനകത്തേക്ക് D1 BQK ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ബീറ്റ ഈസ് ഈക്വൽ ടു FD എന്ന് കൊടുക്കുക. അപ്പോൾ FDയുടെ വാല്യൂ 6100 സംതിങ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് D1ഉം Bയും ക്യൂയും കോസ് സ്ക്വയർ ബീറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് K കണ്ടുപിടിക്കുക. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ആ കെ കിട്ടിയത് ഇവിടെ കിട്ടിയപ്പോൾ കെ സപ്പോസ് കിട്ടിയ 1.599 എന്നുള്ള വാല്യൂ ആണ് കെയുടെ കിട്ടിയെങ്കിൽ ആ 1.59 നമ്മളിവിടെ ഈ പറഞ്ഞ 20 ഡിഗ്രി സ്റ്റബ് പോയിട്ട് ഈ പറഞ്ഞ 239 പേജ് നമ്പർ പോയി നോക്കി കഴിഞ്ഞാൽ 1.59 കണ്ടോ, ഇതായിരിക്കും അപ്പോൾ ആ മെറ്റീരിയൽ 350 ആയിരിക്കും അപ്പോൾ മെറ്റീരിയൽ വരിക. ഓക്കെ, 350 വരുന്ന സ്റ്റീലായിരിക്കും നമ്മുടെ 350, പിന്നീട് 350 ഗിയർ 300 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അവിടെ വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ് ഇവിടെ സേഫ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഹെലിക്കൽ ഗിയർ ഡിസൈൻ. അപ്പോൾ ഇവിടെ ആകെ ഉള്ളൊരു ഡിഫറൻസ് സർഗിയറുമായിട്ടുള്ള ഇക്വേഷൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്പീക്കർ പാർട്ട് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ സിഗ്മ D ഇൻറ്റു Y ആണ്. അപ്പോൾ അവിടെ മെറ്റീരിയൽ നമുക്ക് അറിയാമെങ്കിൽ അത് പോയി നമ്മൾ ഈ പേജ് നമ്പർ 239 പോയി ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അറിയില്ലെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ അസ്യൂം ചെയ്യുക. അതിനുശേഷം മൊഡ്യൂൾ കണ്ടുപിടിക്കണം. മൊഡ്യൂൾ കണ്ടുപിടിക്കുന്ന വെർച്വൽ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, മൊഡ്യൂൾ കണ്ടുപിടിക്കുക. മൊഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷം മൊഡ്യൂൾ ഓക്കെ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കുക. ദെൻ എൻഡ്യൂറൻസ് കണ്ടുപിടിക്കുക. വിയർ ലോഡ് കണ്ടുപിടിക്കുക. വിയർ ലോഡ് കണ്ടുപിടിച്ച ശേഷം അവിടെ നമുക്ക് വിയറിൻ്റെ വാല്യൂ എപ്പോഴും ഡൈനാമിക് ലോഡിൽ കൂടുതലായിരിക്കണം. കുറവാണെങ്കിൽ എന്താണ് സേഫ് അല്ല, കൂടുതലാണെങ്കിൽ സേഫ് ആണ്, കുറവാണെങ്കിൽ സേഫ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ കെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പുതിയ മെറ്റീരിയൽ പുതിയ ഹാർഡ്നസ് നമ്പറും കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.